തിരുവനന്തപുരത്ത് കുമ്മനം തന്നെ. RSSന് അനുഭാവ മറുപടിയുമായി അമിത്ഷാ. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് RSS. കുമ്മനം രാജശേഖരനെ പാർട്ടി പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചുകൊണ്ടുവരണമെന്നും BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ RSS നേതാക്കൾ ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി പാലക്കാടെത്തിയ അമിത്ഷാ BJP നേതാക്കളെ ഒഴിവാക്കിയാണ് RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത്. RSS നേതാക്കളായ ഹരികൃഷ്ണൻ, M രാധാകൃഷ്ണൻ, PM ഈശ്വരൻ എന്നിവരാണ് അമിത്ഷായുമായി ചർച്ച നടത്തിയത്. കുമ്മനം രാജശേഖരനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കണമെന്നാണ് മുഖ്യമായും RSS നേതാക്കൾ മുന്നോട്ട് വെച്ചത്. സ്ഥാനാർത്ഥിയാകാൻ ഗവർണർ സ്ഥാനമൊഴിയും. ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം മാർച്ച് 4-ന് ഉണ്ടായേക്കുമെന്നും സൂചനയുണ്ട്. ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തെ ദേശീയ നേതൃത്വം അറിയിച്ചു. തിരുവനന്തപുരത്തെ RSS പട്ടികയിൽ കുമ്മനം മാത്രം. കുമ്മനവും മത്സര സന്നദ്ധത അറിയിച്ചു. കുമ്മനത്തിനായി പ്രചരണത്തിന് സജ്ജനാകാൻ RSS നിർദ്ദേശവും നൽകി. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരൻ മത്സരിക്കണമെന്ന് BJP നേതൃയോഗത്തിലും ആവശ്യമുയർന്നിരുന്നു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് ഇക്കാര്യം ഉന്നയിച്ചത്. K സുരേന്ദ്രനും തിരുവനന്തപുരത്ത് മത്സരിക്കാൻ താല്പര്യം അറിയിച്ചതായി സൂചനയുണ്ടായിരുന്നു. ഒടുവിൽ നറുക്ക് കുമ്മനത്തിന് തന്നെ. BJPക്കകത്തെ തമ്മിലടി പരിഹരിക്കണമെന്നും RSS നേതാക്കൾ ആവശ്യപ്പെട്ടതായി സൂചനയുണ്ട്. കേരള കോൺഗ്രസ് നേതാവ് PC തോമസും അമിത്ഷായുമായി ചർച്ച നടത്തി. PC തോമസ് കോട്ടയം സീറ്റിൽ മത്സരിക്കുന്നതിൽ BJP നേതൃത്വത്തിന് അതൃപ്തിയുള്ള പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച. ശബരിമല വിഷയം തന്നെയാണ് BJPയുടെ പ്രധാന തിരഞ്ഞെടുപ്പ് പ്രചരണ വിഷയം. തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി 4 ജനറൽ സെക്രട്ടറിമാരുടെ യാത്ര, യുവമോർച്ചയുടെ ബൈക്ക് റാലി, കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിച്ചവരുടെ സംഗമം തുടങ്ങി വിവിധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ 30,000-ഓളം വിശ്വാസികളെ കള്ളക്കേസിൽ കുടുക്കിയ കേരളത്തിലെ നിരീശ്വരവാദി സർക്കാരിനെ പിഴുതെറിയണമെന്ന് BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ പറഞ്ഞു. സുപ്രീം കോടതി വിധി ഒരു മതത്തിന് മാത്രമാണോ ബാധകമെന്നും മസ്ജിദുകളിലെ ഉച്ചഭാഷണ ഉപയോഗം സംബന്ധിച്ച കോടതി വിധി പിണറായി സർക്കാർ നടപ്പാക്കിയോ അമിത്ഷാ ചോദിച്ചു. പാലക്കാട് BJP റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു തവണ BJPക്ക് അവസരം തന്നാൽ കേരളത്തെ 1-ാം നമ്പർ സംസ്ഥാനമാക്കുമെന്നും കേരളത്തിൽ നിന്ന് ഇത്തവണ BJPക്ക് MPമാരുണ്ടാകുമെന്നും അമിത്ഷാ പറഞ്ഞു. UDFും LDFും ഭായി കൂട്ടുകെട്ടാണ്. 10 വർഷം UPA കേന്ദ്രം ഭരിച്ചിട്ട് കേരളം എന്താണ് നേടിയതെന്നും അമിത്ഷാ ചോദിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.